പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന നിതീഷ് സഹദേവൻ്റെ മൂവി മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന 9ാമത്തെ ചിത്രമാണ്. ഏറ്റവും ചിലവേറിയ മമ്മൂക്ക കമ്പനി നിർമ്മിക്കുന്ന ചിത്രമാണ്. അതുപോലെ തന്നെ പക്കാ കൊമേഴ്ഷ്യൽ മാസ് എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ വരുന്നൊരു ചിത്രമാണ്. ഈ ചിത്രത്തിന് ഒരുപാട് പ്രത്യേകതകളാണ്. കാരണം മമ്മൂക്ക കുറച്ചു കാലത്തിന് ശേഷം പക്ക മാസ് ഹീറോയി വരുന്നു. അതുപോലെ തന്നെ മമ്മൂക്കയ്ക്ക് ഈ സിനിമയിൽ നായികയില്ല. ഒരു 50 വയസ്സുള്ള കുട്ടിയും ഒരു പെൺകുട്ടിയുടെ ഒരു ക്യാരക്ടറും പിന്നെ മമ്മൂക്ക ഒരു സർക്കസ് ബേസിൽ വരുന്ന ചിത്രമാണ്. അതുപോലെ തന്നെ ഇതിൽ മമ്മൂക്ക ഈ മൃഗങ്ങളെ പരിശീലിപ്പിക്കുന്ന അതിൻ്റെ ഒരു പരിശീലകനാണ്. അതുപോലെ ഒരു ലോറി ഡ്രൈവറാണ്. തമിഴ്നാട് കേരള ബോർഡറിൽ നടക്കുന്ന ഒരു ചിത്രം. തിരുവനന്തപുരം സ്ലാങ്ങിൽ രാജമാണിക്യത്തിന് ശേഷം മമ്മൂക്ക അഴിഞ്ഞാടാൻ പോകുന്ന ചിത്രമാണ്. ഇതിൻ്റെ ഒരു ലൊക്കേഷൻ വീഡിയോ വന്നിട്ടുണ്ട്. ഒരു ഒന്നൊന്നര വീഡിയോ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര വീഡിയോ. കാരണം ഇതുവരെ മമ്മൂക്ക സിനിമകളിൽ ഈ അടുത്തിറങ്ങിയ മമ്മൂക്ക സിനിമകളിൽ കാണിക്കാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക ലെവലിലുള്ള ഒരു ലൊക്കേഷൻ വീഡിയോ. ഇതിൻ്റെ ഡയറക്ടർ നിതീഷ് സഹദേവൻ, ഇതിൻ്റെ ആർട്ട് ഡയറക്ടർ ഷാജി നടുവിൽ, ഇതിൻ്റെ ക്യാമറ ജിംഷി ഖാലിദ്. അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഈ ചിത്രത്തിനുണ്ട്. കാരണം അവരുടെയൊക്കെ ഒരു വർക്ക് എന്ന് പറയാം. പിന്നെ ഫാലിമി എന്ന ചിത്രശേഷമാണ് നിതീഷ് സഹദേവൻ ഒരു മലയാളത്തിലൊരു ചിത്രം ചെയ്യുന്നത്. അതൊരു നോർമൽ ചിത്രമാണെങ്കിൽ ഇതൊരു പക്കാ കൊമേഴ്ഷ്യൽ മാസ് മസാല ചിത്രമാണ്. ഇതിന് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം മമ്മൂക്കയുടെ കൂടെ നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് ഇതിലൊരു മുഴുനീള വേഷം ചെയ്യുന്നുണ്ട്. അൽഫോൺസ് പുത്രനുണ്ട്. അങ്ങനെ ഒരുപാട് താരങ്ങൾ ഈ ചിത്രത്തിൽ വരുന്നുണ്ട്. എന്തായാലും കാരക്കുടിയിൽ ചിത്രത്തിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു പക്ക അടിപ്പടത്തിന് വേണ്ട എല്ലാ സംഭവങ്ങളും ഈ ചിത്രത്തിൽ അവർ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. കാരണം നമ്മൾ മമ്മൂക്കയെ തിയേറ്ററിൽ പോയിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള എല്ലാ മാസ്റ്റേരും ആക്ഷനുണ്ട്, പാട്ടുണ്ട്, സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്, എല്ലാം. മമ്മൂക്കയുടെ ഒരു അഴിഞ്ഞാട്ടം കാണാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും ഈ ചിത്രത്തിന് വേണ്ടി വരും. കാരണം ഇതൊരു മെയ് മാസം തുടങ്ങേണ്ട ചിത്രമാണ്. പിന്നീട് അദ്ദേഹത്തിന് തമിഴ് സിനിമയായ OM എന്ന ചിത്രം ഉള്ളത് കൊണ്ട് അദ്ദേഹം ആ ചിത്രം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഈ ചിത്രത്തിൽ മമ്മൂക്ക ജോയിൻ ചെയ്തത്. കാരണം മമ്മൂക്ക ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിൻ്റെ ഷൂട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മമ്മൂക്ക അതൊക്കെ കഴിഞ്ഞ് മമ്മൂക്ക ഒക്കെ ഫ്രീ ആയിട്ട് ഈ സിനിമയ്ക്ക് വേണ്ടി ഏകദേശം 100 ദിവസത്തിന് മുകളിൽ അവർ മമ്മൂക്കയുടെ ഡേറ്റ് വാങ്ങിയിട്ടുണ്ട്. മമ്മൂക്ക കമ്പനി ടർബോക്കും കണ്ണൂർ സ്ക്വാഡിനും ശേഷം നിർമ്മിക്കുന്ന ഏറ്റവും ബഡ്ജറ്റ് ചിത്രം. അതായത് കളങ്കാവിൽ ഇത്രത്തോളം ബഡ്ജറ്റ് ഇല്ല, പക്ഷേ അതിന് മുമ്പ് വന്ന ടർബോയും നമ്മുടെ കണ്ണൂർ സ്ക്വാഡൊക്കെ വമ്പൻ ബഡ്ജറ്റ്, അതിന് മുകളിൽ ബഡ്ജറ്റ് വരുന്ന ഒരു ചിത്രമാണ്. ഒരു പക്കാ കൊമേഴ്ഷ്യലാണ്. പിന്നെ തിരുവനന്തപുരം സ്ലാങ്ങിൽ മമ്മൂക്ക അഴിഞ്ഞാടുന്നുള്ളതിൽ നമുക്കൊരു സംശയമുണ്ടാകും. കാരണം രാജമാണിക്യത്തിലുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്ത് വന്ന കളങ്കാവിലും മമ്മൂക്ക ഒരു തിരുവനന്തപുരം സ്ലാങ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊരു കൊമേഡിയനായി അല്ലെങ്കിൽ ആക്ഷനായി ഒരു പരിക്കൻ സ്വഭാവം അങ്ങനെ ഒരു ക്യാരക്ടറായി വരുമ്പോൾ നമുക്ക് ഒരുപാട് പ്രതീക്ഷ. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ കൈരളി ചാനലിൽ ഏറ്റവും കൂടുതൽ സംപ്രേഷണം ചെയ്തൊരു ചിത്രമാണ് നമ്മുടെ മമ്മൂക്കയുടെ ഷാജി കൈലാസ് സംവിധാനം ചെയ്ത വല്യേട്ടൻ. 2000 ഇറങ്ങിയ ഈ ചിത്രം തിയേറ്ററിൽ ഓടുമ്പോൾ തന്നെ അന്ന് കൈരളി ചാനലിൻ്റെ ലോഞ്ചിങ്ങിന് അന്ന് മമ്മൂക്ക ഈ കൈരളിക്ക് വേണ്ടിയിട്ട് എഗ്രിമെൻ്റ് ചെയ്തൊരു പടമാണ് നമ്മുടെ ഈ വല്യേട്ടൻ. അന്ന് ഈ തിയേറ്ററിൽ ഓടുന്ന ടൈമിൽ തന്നെ ഇവർ ഇതിൽ സംപ്രേഷണം ചെയ്തു. ഏകദേശം 25 കൊല്ലത്തെ അവരുടെ എഗ്രിമെൻ്റ് കഴിഞ്ഞു. ഇനി ഈ കൈരളി ചാനലിൽ വല്യേട്ടൻ പ്രദർശിപ്പിക്കില്ല. കാരണം 25 വർഷത്തെ അവരുടെ ഒരു എഗ്രിമെൻ്റ് കാലാവധി കഴിഞ്ഞിട്ടുണ്ട്. കാരണം അത്രത്തോളം ഓടിയ, എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ ഒരു സിനിമ ഒരു TV ചാനലിൽ ഓടിയ ചിത്രം അത് വല്യേട്ടനാണ്. ആ ഒരു റെക്കോർഡ് എന്തായാലും മമ്മൂക്കയുടെ വല്യേട്ടനാണ്. കാരണം അത്രത്തോളം ഒരു ഫാമിലി ഓഡിയൻസിനും ഒരു മാസ് ഓഡിയൻസിനും പിടിച്ചിലെത്തിയൊരു ചിത്രം കൂടിയാണ് വല്യേട്ടൻ. അതുകൊണ്ട് തന്നെയാണ് ആ ചിത്രം ഒരു TRP റേറ്റിങ്ങിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത്. പിന്നെ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ദുൽഖറിൻ്റെ അയാം ഗെയിം എൻ്റെ സോങ് ഇറങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി ജക്സ് ബിജോയുടെ മ്യൂസിക്കിൽ ഇന്നലെ അതിൻ്റെ സോങ് ഇറങ്ങിയിട്ടുണ്ട്. നല്ല അടിപൊളി സോങ്ങാണ്. അതുപോലെ ഖലീഫയുടെ ട്രെയിലർ ഈ മാസം 14-15 ദിവസത്തിൽ അതിൻ്റെ റിലീസ് ഉണ്ടാവുമെന്നാണ് കേട്ടത്. എന്തായാലും വെയിറ്റ് ചെയ്യുക. കാരണം ഖലീഫയുടെ ഒരു ഗ്ലിംസ് മാത്രം അവർ പുറത്തുവിട്ടു, അല്ല അതിൻ്റെ ഒരു ടീസറോ മറ്റുള്ള കാര്യങ്ങളൊന്നും അവർ പുറത്തുവിട്ടില്ല. ആ ഗ്ലിംസ് തന്നെ നമുക്കൊരു ഒന്നൊന്നര ഒരു മാസ് ഫീൽ തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിൽ നിൽക്കുന്ന ഒരു ട്രെയിലറാകും ഈ ചിത്രത്തിൽ ഉണ്ടാവുക എന്നുള്ളത് നമുക്കൊരു സംശയം കൂടാതെ പറയാം. കാരണം
വൈശാഖാണ് സംവിധാനം. വൈശാഖ് പറഞ്ഞാൽ ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് എന്തൊക്കെ വേണം, ആക്ഷൻ വേണോ, പാട്ട് വേണോ, ത്രില്ല് വേണോ, ഒരു എന്താ പറയുക, എന്തൊക്കെ വേണം ഒരു സിനിമക്ക്, ഒരു മാസ് ഓഡിയൻസിനെ എങ്ങനെ തിയേറ്ററിൽ പിടിച്ചിരുത്താം എന്നുള്ള ആ ഒരു കഴിവുള്ള ഒരു ഡയറക്ടർ. നമുക്കറിയാം പോക്കിരി രാജ, മധുരരാജ, പുലിമുരുകൻ, അങ്ങനെയുള്ള ഒരുപാട് മാസ് ചിത്രങ്ങൾ തന്ന ഒരു ഡയറക്ടറാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രതീക്ഷണം. ഖലീഫ, അതുപോലെ തന്നെ RDXന്റെ ശേഷം സംവിധാനം ചെയ്ത പടമാണ് ദുൽഖർ. 3 വർഷത്തിന് ശേഷം മലയാളത്തിൽ വരുന്ന ചിത്രമാണ്. പിന്നെ ഇതിൽ ഒരു എന്താണ്, ഒരു ക്രിക്കറ്റ് ബേസ്, അതല്ലെങ്കിൽ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ഗെയിമിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞ ചിത്രമാണ്. ആക്ഷന് ഒരുപാട് പ്രാധാന്യമുണ്ട്, റൊമാൻസിന് പ്രാധാന്യമുണ്ട്, സെൻറ്റിമെൻസിന് പ്രാധാന്യമുണ്ട്. എല്ലാത്തരം പ്രേക്ഷകരെ കണക്കൂട്ടിയിട്ടാണ് അയാം ഗെയിമും വരുന്നത്. അതുപോലെ തന്നെ നിവിൻ പോളി ചിത്രം ബത്ലഹേം കുടുംബ യൂണിറ്റ്, ഇതൊക്കെ ഒരുപാട് പ്രതീക്ഷ. എന്തായാലും പിന്നെ ടോക്സിക് വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ ഈ ഓണത്തിന് വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മുടെ ചെറിയ ചെറിയ ചിത്രങ്ങൾ. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനിയും ഇതിൻ്റെ അപ്ഡേഷൻസ് വൈകാതെ ഒരുപാട് അപ്ഡേഷൻസ് വരാണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ.